അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ ഇന്ന് സൗദി അറേബ്യ പ്രവാസത്തിൽ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ, ഇതെല്ലാവർക്കും ഷെയർ ചെയ്യാം. സൗദി അറേബ്യയിൽ പലതരത്തിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറേ ആൾക്കാർ വിളിക്കുന്നതാണ്, ഞങ്ങളുടെ മൊബൈലിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് വരുന്നു, കാശ് അടക്കാനുണ്ടെന്നുണ്ട്. അതേപോലെ കോൾ വരുന്നുണ്ട്, ഞങ്ങൾ കാശ് അടക്കാനുണ്ട് പറഞ്ഞിട്ട് മൊബൈലിൽ നിന്നുണ്ട് ചെയ്യുന്നുണ്ട്, എസ് ടി ചെയ്യുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ഇക്കാമ നമ്പറിലാണോ പൈസ അടക്കാനെന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് മൊബൈൽ ആപ്പ് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്, ഏതെങ്കിലും മക്തബ് പോയി ചെക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. ഡയറക്റ്റ് മൊബൈൽ ചെയ്യുന്ന എസ് ടി ചെയ്യണം, അവിടെ ഇപ്പോൾ ചെക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. നിങ്ങളുടെ ഇക്കാമ നമ്പറിലല്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല, നിങ്ങളൊന്നും ഭയപ്പെടേണ്ട. ആ സിം കാർഡ് ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും നാട്ടിലേക്ക് എക്സിറ്റ് അടിച്ച് പോയവരോ റീഎൻ്റ് അടിച്ച് പോയി വരാത്ത ആളുകളായിരിക്കും. അവരുടെ ഇത്ര മാസം കഴിഞ്ഞാൽ അത് ക്യാൻസലാക്കും. അപ്പോൾ ആ നമ്പർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് മെസ്സേജ് വരും, അതിലേക്ക് കോൾ ചെയ്യണം അവർ. അതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കോളിനെ പറ്റി പറയാം. ഞാനങ്ങനെ പിന്നെ വൈസ കണക്കാനില്ല, ഞാൻ വൈഫൈ എടുത്തിട്ടില്ല, ഞാൻ പിന്നെ പോസ്റ്റ്പോഡ് സിം എടുത്തിട്ട് ഒന്നും എടുത്തിട്ടില്ല. ധൈര്യത്തിൽ പറയാം, നിങ്ങളെ ഇക്കാമ നമ്പറിലാണെങ്കിൽ മാത്രം നിങ്ങൾ ബേജാറാ മതി, അല്ലെങ്കിൽ ബേജാറാണ്. അങ്ങനെ കുറേ ആൾക്കാർ പെട്ടവരുണ്ട്. എനിക്കിപ്പോൾ ഡെയിലി മെസ്സേജ് വരുന്നുണ്ട്, ഫേസ്ബുക്ക് റീസെറ്റ് ചെയ്യണം, പിന്നെ ഇൻസ്റ്റാഗ്രാം റീസെറ്റ് ചെയ്യണം എന്നിട്ട് ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ട്. ഞാനൊന്നും മൈൻഡ് ചെയ്യാനില്ല, കാരണം എന്താ, അതിൻ്റെ ആവശ്യം നമുക്കില്ല. അതൊക്കെ ഒരുപാട് ഹാക്കർമാരും മറ്റുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിലൊന്നും കൊടുക്കണ്ട. നിങ്ങളുടെ ഇക്കാമ നമ്പറിലാണോ ആ സിം കാർഡ് എന്ന് ഉറപ്പുവരുത്തുക. അതാണെങ്കിൽ അപേക്ഷ നടക്കണം, ചെക്ക് ചെയ്യാൻ എല്ലാ സൗകര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ അടച്ചാൽ മതി. അല്ലാതെ നിങ്ങൾ എൻ്റെ പുറകെ നടക്കണ്ട. നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ പറയാം, ഞാനങ്ങനെ സിം എടുത്തിട്ടില്ല, ഞാനങ്ങനെ എടുത്തില്ല. മറക്കണ്ട. എന്ത് സംശയം വെക്കാം. അസ്സലാമു അലൈക്കും.